തുണി പൊന്തിച്ച് കാണിച്ചാണ് വൈറലായത്. ഷോട്ടോടെ സെക്യൂരിറ്റി നമ്മളെ പിടിച്ചു. ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല, ഇവിടെ പെർമിഷൻ. എന്തത് പൈനാപ്പിൾ എന്റെ കൂട്ടുകാരി മറന്നുപോയി. ഞാൻ നേരെ അവിടെ പോയി ഷൂട്ട് തുടങ്ങിയാ പോരെ, ബുദ്ധിയില്ല. അറിയാത്തൊരു സംഭവം ഉണ്ട്. ഇവിടുത്തെ 9 minutes വാക്ക് ഐഡന്റിറ്റി ആണ് ലണ്ടന്റെ. ഓ മൈ ഗോഡ്, എടുത്തിട്ട് ടവർ ബ്രിഡ്ജിന് മേലെ കയറാൻ പറ്റുന്നുള്ള ഓപ്ഷൻ എനിക്കറിയില്ലായിരുന്നു. ടവളല്ല, ടവള നോക്കണ്ട, കൂടെ കയറി നടക്കാൻ പറ്റില്ല. ഈ ടവർ ബ്രിഡ്ജിന്റെ ശരിയായ വ്യൂ ഇവിടെ നല്ല വലിയ ബോട്ട് വരും. മൂഞ്ചിരിക്കുന്നു. ഇവിടെ പെർമിഷൻ എടുക്കണേ 24 hours കേക്ക് കിട്ടുന്ന സമയത്തോ. അതന്നെ അങ്ങനെ പണിമോളെ. ഒരു മിനിറ്റ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളാണ്. ഇപ്പം എൻ്റെ ആഗ്രഹം എൻ്റെ ബർത്ത്ഡേക്ക് തലേദിവസം ഒരു വീഡിയോ എടുത്ത് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുക, ആ വീഡിയോ ബാക്കിയുള്ളവരെ കൊണ്ട് സ്റ്റോറി ഇടിപ്പിക്കുക. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. അപ്പോൾ അതുപോലെ നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. അത്യാവശ്യം വലിയ സെലിബ്രിറ്റിയൊക്കെയാണ്, നീനു സേവർ എന്ന് പറയും. നമുക്ക് അവർക്കൊരു വീഡിയോ എല്ലാ വർഷവും ഞാൻ എടുത്തു കൊടുക്കലുണ്ട്. ഇപ്രാവശ്യം നമ്മൾ അവർക്കൊരു വീഡിയോ എടുത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിനിൽ കയറി ടവർ ഹില്ലിൽ എത്തണം. ലണ്ടൻ ബ്രിഡ്ജ് അല്ല കേട്ടോ, ലണ്ടൻ ബ്രിഡ്ജ് വേറെയും ടവർ ബ്രിഡ്ജ് വേറെയാണ്. ടവർ ബ്രിഡ്ജിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഷാമ്പെയിനൊക്കെ മേടിച്ചിട്ടുണ്ട്, പിന്നെ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ട്. ഫയർ വർക്ക്സ് ഒക്കെ അവിടെ നിന്ന് പൊട്ടിച്ച് എന്ത് സംഭവിക്കുന്ന അറിയില്ല, എന്നാലും നമുക്ക് പോയി നോക്കാം. പ്രത്യേക സാഹചര്യത്തിൽ ഷാമ്പെയിൻ എടുക്കാൻ എൻ്റെ കൂട്ടുകാരി മറന്നുപോയി. ഇതായിരിക്കുന്നതാ. അപ്പം നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ട്രെയിൻ മാറി കയറി തിരിച്ചു പോവുകയാണ് ഷാമ്പെയിൻ എടുക്കാൻ വേണ്ടി. ഞാൻ ഓർക്കാത്ത നീ ഓർത്തില്ലല്ലോ. ലിഫ്റ്റ് ഉണ്ടോ? പിന്നെയും ടിസ്റ്റാണ്. ഇവള് ഷാമ്പെയിൻ എടുത്ത് വന്നാൽ പോരെ, ഞാൻ നേരെ അവിടെ പോയി ഷൂട്ട് തുടങ്ങിയാൽ പോരെ. ഷാമ്പെയിൻ ആണെങ്കിൽ ലാസ്റ്റല്ലേ പൊട്ടിക്കുള്ളൂ. ഒരു ബുദ്ധിയില്ലല്ലോ, എൻ്റെ കൂട്ടുകാർക്ക് ഒരു ബുദ്ധിയില്ല. എന്താ ചെയ്യുക, ഞാൻ ഇനിയും മാറി കയറണം. ഒരു ടിസ്റ്റാണ് നമ്മൾ. ഇതാണ് കേട്ടോ ടവർ ഹിൽ സ്റ്റേഷൻ. ഇവിടുത്തെ 9 minutes വാക്ക് ചെയ്യണം നമുക്ക് ടവർ ബ്രിഡ്ജ് എത്താൻ. ഈ സ്റ്റെപ്പ് ഇറങ്ങി അവിടെ ഒരു പ്രതിമക്കുട്ടനുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി വെൽക്കം ടു ടവർ ഓഫ് ലണ്ടൻ. ഇവിടുന്ന് സ്റ്റെപ്പ് കയറി മേലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ടവർ ബ്രിഡ്ജ് എത്തും. കയറി വരുന്ന നമ്മൾ കാണുന്നതാണ് ടവർ ബ്രിഡ്ജ്. അത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എല്ലാവരും വന്ന് ഫോട്ടോ എടുത്ത് പോകുന്ന സ്ഥലം കേട്ടോ ടവർ ബ്രിഡ്ജ്. ഇതൊരു എന്താ പറയുക, ഒരു ഐഡൻറ്റിറ്റിയാണ് ലണ്ടൻ്റെ. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് 3 വർഷം കണ്ട ഞാൻ ഫോട്ടോ എടുക്കുന്നത്. കാണിച്ചു തരാം. ഈ ടൈമിൽ ഭയങ്കര രസമാട്ടോ ടവർ ബ്രിഡ്ജ്. ഇവിടെ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്ന ടൈമും കാര്യങ്ങളൊക്കെയാണ് ഈ ടൈമിൽ. ഫാമിലി ഫോട്ടോസ്, കപ്പിൾ ഫോട്ടോസ്, സിംഗിൾ ഫോട്ടോസ്, നല്ല രസമുള്ള സമയമാണ്. നല്ല രസമായി സമയത്ത് കാണാൻ. ഇത് കണ്ടോ, ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്, ഇഷ്ടം പോലെ. അപ്പുറത്തേക്കുള്ള വ്യൂ നോക്കൂ. ഓ മൈ ഗോഡ്, കിടിലൻ വ്യൂ. എല്ലാവരും ഓടി നടന്ന് ഫോട്ടോ എടുക്കുന്നത്. പിന്നെ അധികം ആർക്കും അറിയാത്തൊരു സംഭവമുണ്ട് ടവർ ബ്രിഡ്ജിൽ. എനിക്കും അറിയില്ലായിരുന്നു, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ടവർ ബ്രിഡ്ജിന് മേലെ കയറാൻ പറ്റുമെന്നുള്ള ഓപ്ഷൻ എനിക്കറിയില്ല. എന്തോ സാധനം അതിൻ്റെ മേലെ ഉണ്ടെന്ന് തോന്നുന്നു, എന്താ എനിക്കറിയില്ല കറക്റ്റ്. അതുകൊണ്ട് ഞാൻ അതിന് പൊട്ടത്തരം പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ടോപ്പിൽ കയറാം, ടവർ ബ്രിഡ്ജിൻ്റെ ഇതിൻ്റെ മേലെ കയറാൻ പറ്റും. അതിൻ്റെ മേലെ മീൻസ് ഒരു എന്താ പറയുക, ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പോലെയാണ് വരുന്നത്. കാരണം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ പക്ഷേ ഭയങ്കര രസമാണ് കാണാൻ. ടവള നോക്കണ്ട, അതവിടെ. അയ്യോ കിടിലാണ്, ഞാൻ കാണിച്ചു തരാം. ടോപ്പിൽ അതാണ് കേട്ടോ, കാണിച്ചു തരാം. അതിലേക്കുള്ള ആൾക്കാർ ഇപ്പം നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. എംബിസി അതവിടെ ഇതുണ്ട്. ഇതിൽ കൂടെ കയറി നടക്കാൻ പറ്റും 2 സൈഡിൽ കൂടെ. അത് ഭയങ്കര അടിപൊളി. അതിന് മേലെ കൂടെ കയറി ഫുള്ളായിട്ട് നടക്കാൻ പറ്റും. നല്ല വ്യൂ ആയിരിക്കും. ഇതൊന്ന് കയറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ചേച്ചിയൊക്കെ അത് ഫോട്ടോ എടുക്കുന്നു കണ്ടോ ടോപ്പിൽ. നോക്കാം, അടുത്ത പ്രാവശ്യം പിടിക്കാം. നമ്മുടെ ലക്ഷ്യം അതല്ലല്ലോ, നമ്മുടെ ലക്ഷ്യം നീനു സേവറിന് വീഡിയോ എടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോട്ടെ. ഇതാണ് നമ്മുടെ UK ലണ്ടൻ ടവർ ബ്രിഡ്ജ്. പിന്നെ ഈ ടവർ ബ്രിഡ്ജിൻ്റെ ശരിയായ വ്യൂ ഇവിടെ നല്ല. ഈ ടവർ ബ്രിഡ്ജിൻ്റെ ശരിയായ വ്യൂ നമ്മൾ താഴെ പോയിട്ട് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വ്യൂ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ആ വ്യൂ കാണുന്ന കൂടെ തന്നെ ഈ ടവർ ബ്രിഡ്ജിൻ്റെ നോക്ക്, അത് കണ്ടോ ബോട്ട്, ആ ബോട്ട് കണ്ടോ, ആ ബോട്ടിൻ്റെ വലിയ ബോട്ട് വരും. ആ വലിയ ബോട്ട് ഇതിൻ്റെ മിഡിലൂടെ പാസ് ചെയ്യണമെങ്കിൽ ഈ എന്താ പറയുക ടവർ ബ്രിഡ്ജിൻ്റെ സെൻറ്റർ ഓപ്പൺ ചെയ്യും. അത് ഓപ്പൺ ചെയ്യുന്നത് ഏതൊരു സമയത്ത് മാത്രമാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. വൈകുന്നേരം ഏതൊക്കെ ദിവസങ്ങളിൽ മാത്രമാണ്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. നമുക്കതാ അത് കണ്ടോ അവിടെ, ആ കാണുന്നേ, അവിടെ എവിടെ നിന്ന് ഷൂട്ട് ചെയ്താലും നമ്മൾ സെക്യൂരിറ്റി പിടിക്കും. അപ്പുറത്ത് വരുന്ന ഒരു ഗ്രീനറി വരുന്ന സ്ഥലം കണ്ടോ, ആ ഗ്രീനറി
ആ ഗ്രീനറി വരുന്ന സ്ഥലത്ത് മാത്രം നമുക്ക് ശരിക്കും വീഡിയോയും ഫോട്ടോയും പ്രൊഫഷണലായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ട്രാവലിംഗ് ഫോട്ടോ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ വിടും. പക്ഷേ സെക്യൂരിറ്റി ഇങ്ങനെ നടക്കും, നമ്മളെ പൊക്കും. എന്നെ കുറേ പ്രശ്നം പിടിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും പോയി നോക്കാം. അങ്ങനെ നടന്ന് ഇവിടെ എത്തി നമ്മൾ ഈ മിഡിലൂടെ താഴേക്ക് നടക്കണം. ഒരു ലോഡ് ആൾക്കാർ വരുന്നുണ്ട്. ഇവർ ഒരുമിച്ച് സ്റ്റുഡൻറ്റോ അങ്ങനെ എന്തോ ആണ്. ഈ വഴി കൂടെ താഴേക്ക് പോയിട്ട് വേണം ടവർ ബ്രിഡ്ജ് എത്താൻ. പക്ഷേ ഞാൻ പറഞ്ഞ ശരിക്കുള്ള വ്യൂ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ടവർ ബ്രിഡ്ജിൻ്റെ ഭംഗിയാണെങ്കിൽ കുറച്ചുകൂടി അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടവർ ബ്രിഡ്ജിൻ്റെ ഏറ്റവും ഭംഗി ഇതാ ഇവിടെ നിന്നാണ് കണ്ടതാ. ഇത് കണ്ടോ, ഈ ടവർ ബ്രിഡ്ജിൻ്റെ ഇവിടെ നിന്ന് ഈ സെൻറ്ററിൽ വരുന്ന പാലം കണ്ടോ, ഈ മിഡിൽ ഇത് പൊന്തും മേലേക്ക്. സിനിമയിൽ കാണുന്ന പോലെ ഇത് രണ്ട് പൊന്തും. എന്ന് വെച്ചാൽ ഈ കപ്പൽ പോകാനല്ല, വലിയ കപ്പൽ, ഈ ഹൈറ്റുള്ള കപ്പൽ വരുന്ന സമയത്ത് ആ ഹൈറ്റുള്ള കപ്പൽ വരുന്ന സമയത്ത് അതിൻ്റെ മിഡിൽ പോർഷൻ 2 പീസാക്കി പൊന്തിച്ച് 2 സൈഡ് സ്റ്റോപ്പ് ചെയ്ത് എൻ്റെ നടുക്കൂടിയാണ് വണ്ടി പാസ് ചെയ്യുക. നീനും നല്ല ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു സിനിമയൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട്. അതവിടെ അതവൻ്റെ സിനിമയിലാണ് കണ്ടു നിൽക്കുന്നത്. അതാ നിൽക്കുന്നത്, അതുകൊണ്ടതാ വരുമാനം വേണ്ട, വരുമാനം. അപ്പോൾ പറ നീനു സേവർ പറ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തുണി പൊന്തിച്ച് കാണിച്ചാണ് വൈറലായത്. ഇപ്രാവശ്യം എന്താണ്? ഇപ്രാവശ്യം വേറെ എന്തെങ്കിലും മുന്തിക്കാന്നാണ് പറയുന്നത്. പിന്നെ എയർ ഹോസ്റ്റസിൽ എന്താ ചത്തോണ്ടിരിക്കുന്നത്? അസിസ്റ്റന്റ് ആണ് ഞങ്ങൾ കേട്ടോ. ഒരാളും കൂടെ വരണ്ട, പക്ഷെ അസിസ്റ്റന്റ് ആക്കൂല കേട്ടോ. പള്ളി മറക്കുന്നത് ഇവിടെ. എന്തത് തിരുമ്മിക്കൊണ്ടിരിക്കുന്നേ? സഹായം കുറച്ച് കൂടുന്നുണ്ട്. ഇപ്രാവശ്യം അവള് വെറൈറ്റി ആക്കിയതാ. കഴിഞ്ഞ പ്രാവശ്യം ചുമപ്പാന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം അവള് ചുവന്ന സാരി മാറ്റി ചുവന്ന പറയുന്നില്ല, ഡാഗിനി അമ്മൂമ്മേന്റെ കോസ്റ്റ്യൂമാണ് ഇട്ടേക്കുന്നത്. ക്യാമറ ഇത്ര കെയർലെസ് ആയിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് ആരും കമന്റ് ചെയ്യരുത്. നമ്മുടെ ഷാമ്പയിനുമായി കടന്നു വരുന്ന അനീറ്റ ജോണിനെ നമ്മൾ കാണുന്നത്. നീനുട്ടി ഒഫീഷ്യൽ മറ്റേ ഹരിയാന എന്ന് വരുന്ന ഷാമ്പയിൻ വന്നിട്ടുണ്ട്. ഇതെല്ലാം പൊട്ടിച്ച് തീയെല്ലാം പറപ്പിച്ച് ഇവിടെ കേസാക്കുമെന്നാണ് ഇവള് പറഞ്ഞേക്കുന്നത്. അതാ ഇതിൻ്റെ മേലെ ആഹാ എണ്ണം പൊറിച്ച് കത്തുന്ന ലുക്കായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സെക്യൂരിറ്റി പിടിക്കുമെന്ന്. ഒറ്റ ഷോട്ടോടെ സെക്യൂരിറ്റി നമ്മളെ പിടിച്ചു. ഇതാ മൂഞ്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ അപ്പോൾ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇവിടെ പെർമിഷൻ എടുക്കണേ 24 hours കഴിഞ്ഞിട്ട് പെർമിഷൻ സാങ്ഷനായി വരെ കിട്ടുള്ളൂ. ഇവിടെ നിന്ന് വീഡിയോ എടുക്കണേ. അത് പ്രൊഫഷണൽ ക്യാമറയോ കണ്ടന്റ് ക്രിയേഷനോ അങ്ങനത്തെ ഒരു സാധനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അപ്പുറത്തൊരു ഗ്രീൻ ഉണ്ട് അവിടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ പോയി എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മളെല്ലാവരും മൂഞ്ചിയിട്ട് നടക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എന്തൊരു പരിപാടി. ഞങ്ങളെന്തായാലും ഈ ഗ്രീനിൻ്റെ അവിടെ കയറി നോക്കട്ടെ. വാ ഗ്രീനിൻ്റെ അവിടെ, ഈ ഗ്രീനിൻ്റെ അവിടെ കയറി വീഡിയോ എടുക്കാം, കുഴപ്പമില്ല. നമ്മളപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ജസ്റ്റ് ഒരു 30 സെക്കൻഡ് റീലിൻ്റെ എഫേർട്ടാണിത്. അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് അനിമോള് BTS എടുക്കാനുണ്ട്, പുറകിൽ നമ്മളെ കെയർ ചെയ്യാനുണ്ട്, ആന നമുക്ക് ലൈറ്റ് പിടിച്ച് തരുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഇതുപോലെ ആയിരിക്കണം എന്നില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മളിവിടുത്തെ സെക്യൂരിറ്റി ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ ഗ്രീനിൽ വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത് തന്നെ. ചില ടൈമിൽ ഒറ്റയ്ക്കായിരിക്കും, എന്ന് വെച്ചാൽ വലിയ ബാഗ്, ഗിംബല്, സാധനങ്ങളെല്ലാം ഉണ്ടാവും. നമുക്കൊരു സ്ഥലത്ത് വെക്കാൻ പറ്റില്ല, ബിക്കോസ് ഇത് ലണ്ടനാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും വെച്ചാൽ എടുത്തിട്ട് ആൾക്കാർ പോകും. ഇനി നമുക്ക് കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് കാണാം. അടിച്ച് പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ കോപ്പിറൈറ്റ് പിടിക്കും. അപ്പം പറയാനേനു അത് ട്രയൽ പോവാം. വണ്ടിയും ഒരേറ്റ വഴിയിലേക്ക് ഇങ്ങനെ പോവാം. ഓങ്കറി കുട്ടിച്ചാത്ത പാളി അല്ല. ഈ വീഡിയോ കണ്ടിട്ട് ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് തിരിച്ചു പറഞ്ഞാണ് പറഞ്ഞത്. ഒരിക്കലും വരാൻ പോകുന്നില്ല, ചെയ്താലും കുഴപ്പമില്ല. ഇവളെല്ലാവർക്കും ഇഷ്ടമാവും. മോനെ പൂത്തിരി എല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ലണ്ടൻ കത്തിക്കാൻ പോകുന്ന ടവർ ബ്രിഡ്ജ് കത്തിച്ചിട്ടുള്ള ഒരു പ്രീ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. ഞാൻ ഓക്കെ നീ ഇപ്പോഴും ചിരിച്ചു കേട്ടോ. കേക്കൊന്ന് മുന്നോട്ട് നീട്ടി പിടിക്കോ. ഇനി എന്താ വെച്ചാൽ എടുക്കാം, പക്ഷെ ഫസ്റ്റത്തെ എന്താ യൂസ് ചെയ്യാൻ പറ്റില്ല. പറയാം നിങ്ങളിത് കാണണം. ഇപ്പൊ ബലൂണും കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ബലൂണൊക്കെ വെച്ചിട്ട് എവിടെ ഫോണിലെടുത്തായിരുന്നു കേട്ടോ. ഫോണിൽ ഇത് ടവർ ബ്രിഡ്ജും കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ഫുള്ള് കാനോൺ ലോഗിലാട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഇതാ അയ്യോ ലൈറ്റ് ഇതായിപ്പോയി. ലൈറ്റ് അടിക്ക് അടച്ചു പിടിക്ക്.
അനിമൾ മാറി കുറച്ച് മാറി ഞാൻ ഓക്കെ കേട്ടോ. നീ കുറച്ച് അടുത്ത് നിന്നോളാ അരിയ. ഓക്കെ ലൈറ്റ് ഓക്കെ ആണ്. കുലുക്കണം ഓക്കെ നല്ലോണം. ഇത് ചിരിച്ചിട്ട് ഇവിടെ കഴിഞ്ഞ് വണ്ടാർ. നീ ഇത് ഇങ്ങോട്ട് നോക്കണേ. ഇങ്ങോട്ട് ക്യാമറ. ഇതെനിക്കല്ല കേട്ടോ, ഇത് ഇവളുടെ ആണ്. ഞാൻ കള്ളു കുടിക്കില്ല. അതാ ഷാമ്പയിൻ ആയിരിക്കും. സംഭവം ഷൂട്ട് എങ്ങനെ ഓക്കെയാണോ? അടിപൊളി ഷൂട്ടാണായിരുന്നു, ഭയങ്കര കിടിലനായിരുന്നു. സെക്യൂരിറ്റി പിടിച്ചില്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ഷോട്ട്സ് കിട്ടുമായിരുന്നു താഴെ നിന്ന്. പക്ഷേ ഞങ്ങളെ എപ്പോഴും ചീത്ത വിളിക്കാനുള്ള കാരണം ഞങ്ങൾക്ക് ഓൾറെഡി അറിയായിരുന്നു. ചീത്ത വിളിക്കുന്നവരെ ഷൂട്ട് ചെയ്യാന്നുള്ളൊരു മൈൻഡിലാണ് വന്നത്. അതുപോലെ തന്നെ എന്താ വെച്ചാൽ നമ്മൾ തുടക്കത്തിലെ ചീത്ത വിളിച്ച് ഞങ്ങൾ വന്ന് ഫസ്റ്റ് ഷോട്ട് എടുത്തവിടെ സെക്യൂരിറ്റി നമ്മൾ പിടിച്ചു. സാധാരണ ഒരു 2-3 എണ്ണൊക്കെ കഴിഞ്ഞിട്ടാണ് ചീത്ത വിളി കിട്ടാറ്. പക്ഷേ ഫസ്റ്റ് തന്നെ കിട്ടും. കാരണം ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് ഇവർ പറയുന്നത്, നമുക്കറിയില്ല. അപ്പോൾ ഓക്കെ, വീഡിയോസും കാര്യങ്ങളും ഞാൻ ലാസ്റ്റ് കൊടുക്കാം. വിചാരിച്ച പോലെ നമുക്ക് ഫയർ വർക്ക്സും കാര്യങ്ങളും നടത്താൻ പറ്റിയില്ല, കാരണം അവിടെ പെർമിഷൻ ഇല്ല. ഇൻ കേസ് നമ്മൾ ഫയർ വർക്ക്സോ കാര്യങ്ങളോ നടത്തുവാണെങ്കിൽ പെർമിഷൻ എടുക്കണം. പെർമിഷൻ കിട്ടാൻ ചാൻസ് ഇല്ല. ഇനി ഇൻ കേസ് പോലീസ് ഒന്ന് പിടിക്കാൻ പറ്റുകയാണെങ്കിൽ 95 പൗണ്ടോ 90 പൗണ്ടോ മറ്റേ ഫൈനാണ്. ആ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ തന്നെ അത് നമ്മുടെ പബ്ലിക് ന്യൂസൻസ് ആയിട്ട് നമ്മുടെ പേരിൽ ഇത് ഇത്ര വർഷം കിടക്കും. കറക്റ്റ് അതിൻ്റെ പ്രോപ്പർ കാര്യങ്ങൾ എനിക്കറിയില്ല, എന്നാലും എനിക്കറിയുന്ന ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. ഈ വീഡിയോൻ്റെ ഔട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നതല്ല, കാരണം കോപ്പിറൈറ്റ് മേടിക്കും പാട്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോൻ്റെ ഔട്ട് ഇതേപോലെ തന്നെ ഇതിൻ്റെ ഷോർട്സ് ആക്കി കൊടുക്കാം. ഷോർട്സ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷോർട്സ് നോക്കിയാൽ ലാസ്റ്റ് ഷോർട്സ് അതാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ദിസ് ഈസ് അമൽ സിബി ലാപ്പിഡോസ് സൈനിങ് ഓഫ്. ബൈ.